ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്നും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കാം നിങ്ങളെ. ഫസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ പ്രിൻസിപ്പൽ എമൗണ്ടിനെ P1 എന്നും റേറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണും. സെക്കൻഡ് ഇയർ ആദ്യം P1ഉം I1 കൂട്ടി P2 കണ്ട് അതിന് ഇൻട്രസ്റ്റ് കാണും. തേർഡ് ഇയർ ലാസ്റ്റ് ആദ്യം എന്ന് പറയുന്നത് P2ഉം I2 കൂട്ടുന്നതാണ് P3 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഇത് സബ്ട്രാക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അല്ലാത്ത ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെ കാണാനുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്തതാണ്. ഇപ്പം ഇവിടെ നമ്മൾ പല പ്രാവശ്യമായിട്ട് P1 എടുത്തു, അത് കഴിഞ്ഞ് I1 കണ്ടുപിടിച്ചു, പിന്നെ P2 കണ്ടുപിടിച്ചു, പിന്നെ I2 കണ്ടുപിടിച്ചു, P3 കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെ ലെങ്തി ആയിട്ട് നമ്മളിങ്ങനെ പോകും. അപ്പം അങ്ങനെ അല്ലാതെ എളുപ്പത്തിൽ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ 5,000 റുപ്പീസ് 10% ഇൻട്രസ്റ്റിൽ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 3 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, 3 ഇയേഴ്സ് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരുന്നത്? 4th ഇയറിൻ്റെ ആദ്യമുള്ള പ്രിൻസിപ്പൽ എമൗണ്ട്. അതെന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? അവരിട്ട എമൗണ്ടും ഈ 3 വർഷത്തെ ഇൻട്രസ്റ്റും ചേരുന്നതാണ് നമുക്ക് 3 വർഷം കഴിയുമ്പോൾ കിട്ടും. അപ്പം നമ്മളിത് കണ്ടുപിടിക്കുമ്പോൾ കുറേ ലെങ്തി ആയിട്ട് നമ്മൾ കാണണം. അതിനുള്ള ഒരു എളുപ്പമാർഗം എന്നുള്ളതിലേക്കുള്ള ഫോമുലയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. If P rupees is invested in a scheme giving R% interest compounded annually, the amount got after n years, അതായത് n വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന 3 വർഷം കഴിഞ്ഞ് അല്ലെ 5 വർഷം കഴിഞ്ഞ് അല്ലെ 8 വർഷം കഴിഞ്ഞ് നമുക്ക് തിരികെ കിട്ടുന്ന എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും അത്രയും നാളത്തെ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാം ചേർന്ന് തിരികെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് A is equal to P into 1 plus R/100 the whole raised to n. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കോമ്പൗണ്ടഡ് ആനുവലി എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലേ, വാർഷികമായി. അടുത്തത്, if the interest is compounded half yearly, then A is equal to 1 plus R/2/100 the whole raised to 2n. അതായത് ഫസ്റ്റ് കേസിൽ ആനുവലി എന്ന് നമ്മൾ പറഞ്ഞു. ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുക. ഇത് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ 6 മാസം കൂടുമ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ടോട്ടലി ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10% ആണെങ്കിൽ നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഹാഫ് ഇയർ ആകുമ്പോൾ 5% വെച്ച് 2 പ്രാവശ്യം, അതാണ് R/2 എന്ന് വരുന്നത്. ഇനി മറ്റൊന്ന്, ഇത് 6 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ്, അപ്പം നമ്മൾ 3 വർഷത്തേക്കാവുമ്പോൾ എത്ര പ്രാവശ്യം കാണേണ്ടി വരും? നമ്മൾ ഫോർമുല വെച്ച് അല്ലെങ്കിൽ 6 പ്രാവശ്യം ഇൻട്രസ്റ്റ് കാണേണ്ടി വരും. അടുത്തത്, ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വർഷത്തിന് 4/1 1/4, അതായത് 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വരുമ്പോൾ ഇക്വേഷൻ A is equal to P into 1 plus R/4/100 the whole raised to 4n. റേറ്റ് എന്ന് പറയുന്നത് R/4 എന്ന് എടുക്കണം. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. പേജ് 102 അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Anas deposited 20,000 rupees in a bank which pays 6% interest compounded annually. How much would he get back after 3 years? 3 years കഴിയുമ്പോൾ അയാൾക്ക് എന്ത് തിരികെ കിട്ടും? അതാ ചോദിച്ചത്. ഇപ്പോൾ ആനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. അനസ് ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് 20,000 റുപ്പീസ് ആണ്. റേറ്റ് 6% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ്. നമ്മുടെ ഇക്വേഷൻ ഏതാ ആനുവലായിട്ട് കാണാനുള്ളത്? A is equal to
P into 1 plus R by 100 the whole raised to n. അവിടെ പിയുടെ വാല്യൂ ആറിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ എല്ലാം കൊടുക്കുമ്പോൾ 20,000 into 1 plus 6 by 100 the whole raised to എന്നിൻ്റെ വാല്യൂ 3. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ കാണിച്ചേക്കുകയാണ്. 100 ഇവിടേക്ക് മൾട്ടിപ്ലൈ അല്ലേ, 1 plus 6 by 100 എന്ന് പറയുമ്പോൾ 100 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 100 plus 6 by 100, 100 plus 6 106 by 100 the whole cube. അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ഇത് എഴുതണമെന്നില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തെഴുതാം, ഈ സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ 20,000 ഇൻറ്റു എന്തെഴുതാം, 106 by 100 the whole cube എന്ന് എഴുതാം. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. അങ്ങനെ നിങ്ങൾ എഴുതുകയൊന്നും വേണ്ട. സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ ഡയറക്റ്റ് 106 by 100 the whole cube. അപ്പോൾ ഇത് ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ക്യൂബ്. ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് വെച്ചാൽ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ. കാരണം ഇത് നമുക്ക് ക്യാൻസലായി പോകുന്നതെല്ലാം ക്യാൻസലാക്കി കളയാം. അപ്പോൾ 106 ഇവിടുത്തെ 2 0, ഇവിടുത്തെ 2 0, ഇവിടുത്തെ 2 ഇവിടുത്തെ 2 പോയി. ഇപ്പോൾ ഡിനോമിനേറ്റർ 100 വരും. ന്യൂമറേറ്റർ 2 ഇൻറ്റു 106 ഇൻറ്റു 106 ഇൻറ്റു 106. അപ്പോൾ 106 ഇൻറ്റു 106 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആൻസറിലെത്തി. നേരത്തെ ഞാൻ പറഞ്ഞു പോയിൻറ്റിന് ശേഷം എത്രയാ 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രം നമ്മൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും, അല്ല എങ്കിൽ അത് റിമൂവ് ചെയ്യും. 32 പൈസ എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങ് കളയും. അപ്പോൾ അനസിന് തിരികെ 3 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് എന്ത്, 23,820 rupees എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദിയ ഡെപ്പോസിറ്റഡ് 8,000 rupees in a bank which gives 10% interest compounded annually. After 2 years she withdraw 5,000 rupees. After 1 more year how much would she have in her account? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലല്ല. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അനസ് 20,000 രൂപ ഇട്ടു, 3 വർഷം കഴിയുമ്പോൾ തിരികെ എടുക്കും. അപ്പോൾ ആകെ എത്ര കിട്ടും? ഇത് അങ്ങനെയല്ല ദിയ കയ്യിരിക്കുന്നത്. 8,000 rupees ബാങ്കിൽ ഇട്ടു, 10% ഇൻട്രസ്റ്റ് ആണ്. എന്താ അവർ ചെയ്യുന്നത്? 2 വർഷം കഴിയുമ്പോൾ ഒരു 5,000 rupees ആ നിങ്ങൾ എടുക്കുക. അപ്പോൾ ബാക്കി പൈസ കിടക്കുന്നതിൻ്റെയും കൂടി മാത്രമാണ് അടുത്ത 1 വർഷത്തേക്ക് വരുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ 2 വർഷം നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാം. അപ്പം നോക്കിക്കേ, P is equal to 8,000, rate 10%, N is equal to 2. എമൗണ്ട് ആഫ്റ്റർ 2 years, 2 years കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന എമൗണ്ടാണ് അടുത്തത്. അതെന്ന് പറയുന്നത് നോക്കിക്കേ, 8,000 ഇൻറ്റു 110 by 100. ഞാൻ പറഞ്ഞില്ലേ 1 plus 10 by 100, അത് ക്രോസ് മൾട്ടിപ്ലൈ ഡയറക്റ്റ് എഴുതിയാൽ മതിയെന്ന്. 110 by 100 the whole square, ഇതിൻ്റെ വാല്യൂ 2. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിനകത്തിൽ ക്യാൻസൽ ആകുന്നതെല്ലാം ക്യാൻസലാക്കി ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ, അതായത് എമൗണ്ട് ദിയ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years, 2 വർഷം കഴിത്തേക്ക് മാത്രമായിട്ട് ഇടുകയായിരുന്നെങ്കിൽ ഇത്ര എമൗണ്ട് ആയിരുന്നു ദിയയ്ക്ക് കിട്ടുന്നത്. റുപ്പീസ്, ഇത്ര റുപ്പീസ് ആയിരുന്നു കിട്ടുന്നത്. പക്ഷെ ദിയ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നും 5,000 rupees വിത്ഡ്രോ ചെയ്യുന്നു. അപ്പോൾ എമൗണ്ട് ദിയ വിത്ഡ്രോൺ ഇസ് ഈക്വൽ റുപ്പീസ് 5,000. അപ്പോൾ 5,000 എമൗണ്ട് എടുത്തു കഴിയുമ്പോൾ ബാങ്കിൽ ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9,680 നിന്നും 5,000 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എമൗണ്ട് ആയിരിക്കും ബാങ്കിൽ വരുന്നത്, അല്ലേ? 2 വർഷത്തേക്ക് എടുത്ത ഡെപ്പോസിറ്റും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് 2 വർഷത്തേക്കുള്ള എമൗണ്ട് കഴിയുമ്പോൾ ഇത്രയും രൂപ ആണ് കിട്ടുന്നത്. അതിൽ എത്ര രൂപ മാത്രമേ ദിയ എടുക്കുന്നുള്ളൂ? 5,000 rupees മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി 4,680 rupees അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക. വീണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന രീതി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്.
അപ്പോൾ പി ഇൻറ്റു 1+r/100 ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് 1 ആണ്. അവിടെ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 3 years കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 yearsന് ശേഷം എന്ന് പറയുമ്പോൾ ഇതിന് ശേഷം 1 വർഷം കൂടെ കഴിയുമ്പോൾ, 2 വർഷത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നത്തെ 1 വർഷം കൂടെ ചേർത്താണ് ഈ 3 വർഷത്തിന് ശേഷം അവർക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഈ എമൗണ്ടും അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് വരുന്ന 5148 rupees ആണ് വരുന്നത്. Third question. Varun took out a loan of 25,000 rupees from a bank which charges 11% interest compounded annually. He paid back 10,000 rupees after 2 years. How much should he pay after 1 more year to settle the loan? ഇവിടെ ദിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ വരുൺ എന്ത് ചെയ്യുക, അവിടെ നിന്നും ലോൺ എടുക്കുകയാണ് അല്ലേ. 25,000 rupees ആണ് ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 rupees. റേറ്റ് 11%. 2 വർഷത്തെ കണ്ടുപിടിക്കുക, അതിനുശേഷം പിന്നെ 1 വർഷത്തെയും കൂടെ. അങ്ങനെ നമുക്കിവിടെ പറ്റത്തുള്ളൂ. കാര്യം ഇടയ്ക്ക് വെച്ച് 10,000 rupees അവിടെ തിരിച്ച് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഈ 25,000 rupees ലോൺ എടുത്തത് തിരികെ നമ്മൾ അടച്ച് സെറ്റിൽ ചെയ്യാൻ കൊടുക്കേണ്ട റുപ്പീസ് എത്ര എമൗണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഇയേഴ്സ് 2 എടുത്തിട്ട് പി 25,000 എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നോക്കിക്കേ 35,802.5. ഇപ്പം ഞാൻ പറഞ്ഞു പോയിന്റിന് ശേഷം 5 അതിൽ കൂടുതലോ ആണെങ്കിൽ നെക്സ്റ്റ് ഡിജിറ്റിലോട്ട് മാറ്റുക. ഇവിടെ വളഞ്ഞ് വരഞ്ഞ് കൊടുത്തേക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്നുള്ളതിന് ഉള്ള സിമ്പിളാണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. പക്ഷെ ഇതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് ഈക്വലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളതിനാണ് നമ്മൾ വളഞ്ഞ വര കൊടുത്തിരിക്കുന്നത്, ഈ കറക്റ്റ് ഈക്വൽസ് അല്ലാതെ. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും എമൗണ്ടാണ് വരുൺ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുൺ ഡെപ്പോസിറ്റ് ചെയ്യല്ല, വരുൺ അവിടെ ബാങ്കിൽ തിരികെ അടയ്ക്കേണ്ടത് 2 വർഷം കഴിയും. 2 വർഷം കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യുകയാണ്. പക്ഷേ ഇത്രയും രൂപയും കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നില്ല. എത്ര രൂപയെ കൊടുക്കുന്നുള്ളൂ? 10,000 rupees മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ വരുൺ സെറ്റിൽ ചെയ്യാൻ അടയ്ക്കേണ്ട എമൗണ്ടാണ് എന്താ 35,803 rupees. പക്ഷേ വരുൺ എത്ര രൂപയെ പേ ചെയ്യുന്നുള്ളൂ? എമൗണ്ട് വരുൺ പെയ്ഡ് ബാക്ക് ഈസ് 10,000 rupees. ബാക്കി എത്ര രൂപ ഇനിയും റിമൈനിങ് എമൗണ്ട് ആയിട്ടുണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട്? ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി 25,803 rupees ഇനിയും വരുൺ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും അതവിടെ കിടക്കുമ്പോൾ അതിന് 1 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നു. അങ്ങനെ വരുമ്പോൾ ഫോർ 1 year, 3rd year എന്ന് പറയുമ്പോൾ 2 years നമ്മൾ കഴിഞ്ഞു. 3rd yearന് വേണ്ടിയിട്ട്, അതായത് പിന്നെ 1 വർഷത്തേക്ക് മാത്രമുള്ള, അപ്പോൾ n=1 എടുത്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം 3ാമത്തെ വർഷത്തിന് അവസാനം വീണ്ടും ഈ ലോൺ സെറ്റിൽ ചെയ്യണമെങ്കിൽ 28,641 rupees ആണ് വരുൺ അടയ്ക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ 25,000 rupees എടുക്കുന്ന വരുൺ അടയ്ക്കുന്ന എമൗണ്ട് നമ്മൾ കണ്ടല്ലോ. എത്രയാണ് അടയ്ക്കുന്നത്? ആദ്യം 10,000 എടുത്തു, അത് അടച്ചു, കൂടാതെ ഇത്രയും ഇടാം. അപ്പോൾ ടോട്ടൽ എത്ര രൂപയാണ് അടച്ചത്? 38,641. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. 25,000 എടുത്തു, 3 വർഷം കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യണമെങ്കിൽ കയ്യിൽ നിന്നും വീണ്ടും 13,000 rupees കൂടി കൂടുതലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ.